ഇന്ന് ചൊരയ്ക്ക അല്ലെങ്കിൽ തടിയങ്ങ കൊണ്ടൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ്, വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു തടിയങ്ങയുടെ ഒരു പകുതി എടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു കാൽ ഭാഗം മുറിച്ചെടുക്കുക. ഇതെന്നിട്ട് ഇതിൻ്റെ ആ ഒരു തൊലിയും അതുപോലെ തന്നെ കുരുവും എല്ലാം നല്ലപോലെ മാറ്റിയിട്ട് നമ്മൾ ഇതേപോലെ നൈസായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കാൽഭാഗം എടുക്കുമ്പോൾ നമുക്ക് ഇത്രേ കിട്ടത്തുള്ളൂ കേട്ടോ. അതിൻ്റെ കുരു ഒന്നും ഇരിക്കാൻ പാടില്ല, എന്നാൽ നല്ലപോലെ കഴിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ കൈകൊണ്ട് തന്നെ ഇതിൽ ആ ഒരു വെള്ളമൊക്കെ നല്ലതുപോലെ പിഴിഞ്ഞ് കളയുക. പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത് വേറൊരു ബൗളിലേക്ക് ഇടുക. എന്നിട്ട് പിന്നെ ഒരു 2 വലിയ ടേബിൾ സ്പൂൺ നമ്മൾ സവാള അരിഞ്ഞത്, പിന്നെ 1 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും, പിന്നെ ഒരു ചെറിയ കഷ്ണം തക്കാളിയുടെ ഒരു കാൽ ഭാഗം അതും അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് വേണ്ടി ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടി കേട്ടോ, അതൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഞാനിവിടെ 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുത്തത് ചിക്കൻ മസാലയാണ് കേട്ടോ, അതും ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കൻ മസാല ഇല്ലെന്നുണ്ടെങ്കിൽ ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് നമ്മൾ ഒരു മുട്ട പൊട്ടിച്ച് ഇട്ട് എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പാൻ വയ്ക്കുക. അതിനകത്ത് ഒരു ഡ്രോപ്പ് നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടുതൽ ഓയിലോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. അത് എന്നിട്ട് അതൊന്ന് മെൽറ്റായി വരുമ്പോൾ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു ബാറ്റർ അതിലേക്ക് ഒഴിച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കുക ഒരു ഭാഗം. അപ്പോൾ ഇങ്ങനെ ആയി കിട്ടും കേട്ടോ. ഇങ്ങനെ ആയി കിട്ടുന്ന സമയത്ത് നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. സാധാ ഓംലെറ്റ് ഉണ്ടാക്കുന്നത് പോലെ. സാധാ ഓംലെറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നാവും. ഇത് പക്ഷേ ആ ഒരു ചൊരക്കയുടെയൊക്കെ ഒരു പച്ച ചുവ മാറുന്നതിന് വേണ്ടിയാണ് ഒരു മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുന്നത്. അതിനുശേഷം വീണ്ടും അടച്ചു വെച്ച് ഒരു മിനിറ്റ് നേരം ഒന്ന് മറു സൈഡും കൂടെ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ നമ്മൾ ചൊരക്ക ചേർത്തിട്ടുണ്ടെന്നൊന്നും പറയത്തില്ല. അപ്പോൾ വെജിറ്റബിൾസ് സാധാരണ ഈ ചൊരക്കയൊക്കെ നമ്മൾ സാമ്പാറിലൊക്കെ ഇടാറല്ലേ പതിവ്. അപ്പോൾ ഇങ്ങനെ ഹെൽത്തി ആയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ.